ലൈഫിൽ പല സിറ്റുവേഷനിലും പരാജയപ്പെട്ടു ഇനി ഇല്ല എന്ന് പറയുന്ന സ്ഥലത്തുനിന്നും വീണ്ടും ദൈവം നമ്മളെ എടുത്തുയർത്തുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിലൊരാളാണെന്ന് എനിക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം. ഓരോ ആപഘട്ടത്തിലും ദൈവം വന്ന് കൈതരിക, ആ ദൈവം എന്ന് പറയുന്നത് ശരിക്കും കണക്ട് ചെയ്യുന്നത് എനിക്ക് പ്രേക്ഷകരാണ്. ഇപ്പോൾ എൻ്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഇനി ഇയാളില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ദൈവമായിട്ട് ഒരു രാമലീലേനെ ഓപ്പൺ ചെയ്യണം. ആ സിനിമയ്ക്ക് ഒരാളും അന്ന് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ദിലീപ് എന്ന് പറഞ്ഞ ആക്ടർ അവിടെ ക്ലോസ്ഡ് ആണ്. മണി അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള മണീനെ എനിക്ക് തോന്നുന്ന ശരിക്കും ഉപയോഗിച്ചിട്ടില്ല. അത്രയും ടാലൻറ്റഡ് ആണ് മണി. ഈ ഷൂട്ടിംഗ് കാണാൻ വന്നിരിക്കുന്ന ആൾക്കാർ വരെ മോഡി അത് നല്ല സാധനം പോയിട്ടുണ്ടോ അവർ ഇടപെടും. എക്സ്പ്രഷൻ ഭയങ്കര നല്ലതാണ്. സാർ പറഞ്ഞല്ലേ മധുസാർ ഞാനൊരു സിനിമയിൽ അഭിനയിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ എന്തോ ഒരു വലിച്ചിങ്ങനെ കെട്ടുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ അവർ വലിച്ചിങ്ങനെ കെട്ടുന്ന സമയത്ത് ആരോ പറഞ്ഞു അത്ര വലിക്കില്ലേ, അത് പൊട്ടും വലിക്കില്ലേ. അപ്പം മധുസാർ ഈ പടത്തിൻ്റെ കാര്യമാണോ വിളിച്ച് പറയുന്നത്? ഞാൻ മധു ഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് ലെറ്റർ പാഡ് വരെ അടുപ്പിച്ചിട്ടുണ്ട്. എനിക്ക് 4 ദിവസത്തിൽ കൂടുതലൊന്നും ഒരു പടത്തിൽ അഭിനയിക്കാൻ. അങ്ങനെയൊക്കെ പറഞ്ഞ് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചൂടായിരിക്കുന്ന സമയത്ത് ഒരു പ്രൊഡക്ഷനിൽ ഒരാൾ പെട്ടെന്ന് എൻ്റർ ചെയ്യുക. സാർ കുടിക്കാൻ എന്തെങ്കിലും കുറച്ച് വിഷം കളിക്കിട്ടാണോ? സൈനസ് വിത്ത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. കുഞ്ഞിക്കുയനായും മീശ മാധവനൊക്കെയായി ഞങ്ങളുടെ കുട്ടിക്കാലം മനോഹരമാക്കി തീർത്ത ജനപ്രിയ നായകൻ വീണ്ടും പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ 150ാമത്തെ സിനിമയുമായി എത്തിയിരിക്കുകയാണ്. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ക്രൂ മെമ്പേഴ്സാണ് ഇന്നെൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ മുഖം കാണുമ്പോഴും ഒരുപാട് സന്തോഷത്തിലാണെന്ന് മനസ്സിലാകുന്നുണ്ട്. സിനിമ നല്ലൊരു റെസ്പോൺസിബിൾ തിയേറ്ററിൽ സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്. അതിന്റെ സന്തോഷം എത്രത്തോളം ഉണ്ട് അത് പറഞ്ഞു തുടങ്ങാം നമുക്ക്. അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. കാരണം നമുക്ക് പ്രത്യേകിച്ച് എണ്ണത്തിൽ നമ്മൾ ഈ 19 വർഷത്തിന് തുടങ്ങിയ യാത്രയിൽ ഒരു 150ാമത്തെ സിനിമ റിലീസായിരിക്കുകയാണ്. ആ സിനിമ കുടുംബ പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. കാരണം ഏതൊരു കലാകാരനും കലാകാരിക്കും അവനവൻ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ജനശ്രദ്ധ ആകർഷിക്കുന്നു, ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷമാണല്ലോ. ആ സന്തോഷത്തിലാണ് ഞങ്ങളൊക്കെ എല്ലാവരും ഉള്ളത്. തിയേറ്ററിൽ കാണുന്ന സമയത്ത് പഴയ ചെയ്ത കുറെ കഥാപാത്രങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ മുമ്പിൽ തന്നെ നമ്മൾ ആ സിനിമയിൽ ഇന്നായി. കാരണം അത്രയും മനോഹരമായിട്ട് ദിലീപേട്ടൻ ചെയ്തു വെച്ച പല കഥാപാത്രങ്ങളെ കണ്ടപ്പോൾ സത്യത്തിൽ ഒരു സമയത്ത് ആ സമയത്ത് ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ പിന്നീട് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് വളർന്നിട്ടുണ്ടാവില്ല അല്ലേ? വളർന്നിട്ടുണ്ടാവില്ല. 30 വർഷം മുമ്പല്ലേ? 33 വർഷമായില്ലേ ഇപ്പൊ എനിക്ക് സിനിമയിൽ ഇപ്പൊ അഭിനയം തുടങ്ങിയിട്ട് 30 വർഷമായി. ഇപ്പം നമ്മുടെ ഒരു വൈബ് അച്ഛന്മാരെന്നൊക്കെ പറയാറില്ലേ സിനിമയില്, അത് ജോൺ ആന്റണി ഉണ്ട്, ലാലു അലക്സ് ഉണ്ട്, രഞ്ജി പണിക്കർ ഉണ്ട്. പക്ഷെ ദിലീപേട്ടൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ നമുക്ക് സിദ്ദിഖിക്കാൻ മാത്രമേ ഓർക്കാൻ പറ്റൂ. നിങ്ങൾ ഓഫ് സ്ക്രീനിലായാലും ഓൺ സ്ക്രീനിലായാലും ആ ഒരു കോംബോ ഉണ്ടല്ലോ, അത് ഭയങ്കര രസം കണ്ടുകൊണ്ടിരിക്കുക. അതിന്റെ ഒരു രഹസ്യം എന്താ ശരിക്കും? അത് രഹസ്യമാണത്, പരസ്യമാക്കാൻ പറ്റില്ല. എന്നാലും രഹസ്യം എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഒരുപാട് ഇഷ്ടവും അടുപ്പമുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. എനിക്ക് പക്ഷേ അങ്ങനെ ഒരുപാട് പേരോട് ഞാൻ വളരെ ക്ലോസ് ആയിട്ട് അഭിനയിക്കുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ചിലർ സുഹൃത്തുക്കളായിട്ടാണെങ്കിലും ചിലർ വില്ലന്മാരായിട്ടാണെങ്കിലും ഒക്കെ എല്ലാവരും ഇങ്ങനെ ചോദിക്കും എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്താണെന്ന് ചോദിക്കും. അപ്പോഴൊക്കെ എനിക്ക് പറയാനുള്ളതാണ് അവരുമായിട്ടുള്ള സ്നേഹബന്ധം തന്നെയാണ് ഏറ്റവും. ദിലീപ് സിനിമയിൽ വന്ന കാലം മുതലേ എനിക്കറിയാം, സിനിമയിൽ വരുന്നതിന് മുമ്പും അറിയാം. അപ്പോൾ അന്നോട്ടുള്ള ഒരു അടുപ്പമാണ് ഇന്നും അടുപ്പം തുടർന്നുകൊണ്ട് പോകുന്നു. ആ സ്നേഹവും അടുപ്പവും ഞങ്ങൾ സ്ക്രീനിലും കാണുന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, കടവനക്കാടാണ്. പക്ഷെ അങ്ങനെ അറിയൂല ഞങ്ങൾക്ക് ആ സമയത്തൊന്നും. എനിക്കറിയാം, എനിക്കൊക്കെ അറിഞ്ഞൂടാ. അതിനുശേഷം ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനും ആ നാട്ടുകാരനാണ് അറിയിച്ചത്. ഞാൻ മിമിക്രി ചെയ്യുന്ന സമയം. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കൽ ഞാൻ ഇക്കെ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായി. അതിന് പിന്നെ ഇക്കായിട്ട് ഒരു ബന്ധമില്ല. അതിന് ഒരു ദിവസം ഞാൻ സിദ്ദിഖയുടെ നമ്പറൊക്കെ തപ്പിയെടുത്തിട്ട് ഞാൻ ഇക്കനെ വിളിച്ചു. എനിക്ക് എറണാകുളത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, സിദ്ദിഖ ഹലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ദിലീപാണ്. മോനെ ദിലീപ്. അപ്പം എനിക്ക് സംശയമായി. കാരണം
എല്ലാവരും പരിചയമുള്ള രീതി. ഇക്കൊക്കെ എന്നെ അറിയൂ. അപ്പൊ പുള്ളി പറഞ്ഞു, സിദ്ദിഖ് പറഞ്ഞു, എനിക്ക് ഇപ്പൊ ഒരു ദിലീപിനെ അറിയുള്ളൂ, നീ മിമിക്രി കാണിച്ച. ഞാൻ ദൈവമേ, കാരണം ഞാൻ ഒരു പ്രാവശ്യം ആ സമയത്ത് കണ്ടിട്ടുള്ളൂ. അപ്പൊ അന്ന് തുടങ്ങിയിട്ട് ഉള്ള മനസ്സിൽ എന്ന് പറയുന്ന സാധനം. പിന്നെ ഞാൻ ഇക്കയുടെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, കമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത്. പിന്നെ അതിനുശേഷം എൻ്റെ സിനിമ കരിയർ തുടങ്ങുന്ന സമയം മുതൽ ഇക്ക ഉണ്ട് കൂടെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ആദ്യം ഒരു ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ആ സിനിമയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ഇക്ക ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഒരുപാട് സിനിമകൾ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 100ാമത്തെ സിനിമ 100 ചില ദിവസം തിയേറ്ററിൽ ഓടിയ സിനിമയാണ് കാര്യസ്ഥൻ. അതിൽ സിദ്ദിഖായിരുന്നു എൻ്റെ അച്ഛൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴാണ്, അല്ല ആ പടത്തിൽ സിദ്ദിഖായിരുന്നു എൻ്റെ അച്ഛൻ. ഈ പടത്തിലും യാദൃശികമായിട്ട് 150ാമത്തെ സിനിമയിൽ യാദൃശികം നമ്മൾ വിചാരിക്കാതെയാണ് അച്ഛനെ കാരണം എല്ലാം ഓർമ്മിക്കുന്ന അച്ഛന്റെ വേഷങ്ങളാണ്. ബാലം വക്കീലാണെങ്കിലും ബാലം വക്കീലിലെ അച്ഛനെ നമുക്ക് മറക്കാൻ പറ്റില്ല. അത് ഓരോ അച്ഛനായിട്ട് വരുമ്പോൾ നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ വരും. ഓരോ അപ്പിയറൻസും ഓരോ രീതികളും. കാര്യസ്ഥലിലെ അച്ഛൻ വളരെ നല്ല ഒരു അച്ഛനും അമ്മയോട് പ്രണയിച്ചു പോയതിന്റെ പേരിലുണ്ടായ ഒരു വലിയ വിഷയം തീർക്കാൻ വരുന്നതുമായാണ് അല്ലേ? അതെ. ഇതുപോലെ തന്നെ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജോൺ ചേട്ടൻ ഞങ്ങൾ ഇത്ര യങ് ആയിട്ട് കണ്ടിട്ടില്ല. അത്രയും കുറച്ചൊരു പ്രായം കുറഞ്ഞ പോലെ, ഒരു 20 വയസ്സ് കുറഞ്ഞ പോലെയൊക്കെയാണ് സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തത്. കോ ആർട്ടിസ്റ്റ് ആയിട്ട് വരുമ്പോ ഇതുപോലെ തമാശകൾ പറഞ്ഞ് അത് പ്രത്യേകിച്ച് ഞങ്ങള് തമ്മിലെന്ന് വെച്ചാൽ ഞാൻ കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് ജോണി തുളസിയുടെ അസിസ്റ്റന്റ്, ഞങ്ങൾ ഒരേ ലോഡ്ജിലെ താമസിച്ചിരുന്ന ചെന്നൈയില്. അപ്പൊ ആ ഒരു സൗഹൃദം അന്ന് തുടങ്ങിയിട്ടേ ഉള്ള ഒരു സാധനം ഉണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഇപ്പൊ ഒരു 33-34 വർഷമായി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഞാൻ ചെന്നൈയില് അസിസ്റ്റന്റ് ആയിട്ടായിട്ട് ചാൻസ് ചോദിച്ച് നടക്കുമ്പോൾ സാംസൺ എന്ന് പറഞ്ഞ് ഫൈറ്റൊക്കെ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ്, ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ് പുള്ളി സാംസൺ. അദ്ദേഹം ഈ വിഷ്ണു ലോകത്തിന് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുക, ആരെങ്കിലും പുതിയ അസിസ്റ്റന്റുമാരെ കമൽ സാറിന് കിട്ടിയോ, വല്ല ചാൻസും ഉണ്ടോ? പുതിയൊരു പയ്യൻ വന്നിട്ടുണ്ട് ചതാര. അപ്പോൾ എനിക്ക് കുശുമ്പ പുതിയ അപ്പം ദിലീപ് എന്നുണ്ടോ പേര്, മുട്ടുക്കനാവും. അവനൊരു നിപ്പ് നിൽക്കും. അപ്പം ഡയറക്ടർ ആവുമെന്നൊക്കെ. ഓ അങ്ങനെ കമൽ സാറിനൊക്കെ ഇനി ചോദിച്ചിട്ട് കാര്യമില്ല, ഓരോ പുതിയ ഒരെണ്ണം വന്ന് കയറിയല്ലോ, പിന്നെ തെണ്ടൽ പലരോടാവുമല്ലോ. അങ്ങനെ ഞാൻ തുളസാറിനോടെ കിട്ടി. ഞങ്ങൾ അങ്ങനെ ദിലീപുമായിട്ട്, എൻ്റെ സീനിയറാണ് ദിലീപ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. എനിക്ക് തോന്നുന്നൊരു 6-7 മാസം സീനിയറാണ്. പക്ഷെ ഇപ്പൊ എല്ലാവരും വിചാരിക്കില്ല, ഇപ്പൊ പതുക്കെ സിനിമകൾ ചെയ്യുമ്പോൾ അഭിനയം, പ്രൊഡ്യൂസർ, ഡയറക്ഷൻ എല്ലാം നോക്കുമല്ലോ. ദിലീപേട്ടൻ ആദ്യം ഡയറക്ടർ ആവണം എന്ന് പറഞ്ഞിട്ട് വന്നതല്ലേ. അപ്പൊ ദിലീപേട്ടൻ എപ്പോഴേക്കും അവിടെ ഒരു ചാൻസും കിട്ടാൻ സാധ്യത എന്ന് പറഞ്ഞപ്പോ വേഗം ഇപ്പുറത്ത് നിന്നാ, പക്ഷെ എപ്പോഴോ കറങ്ങി തിരിഞ്ഞ് അപ്പുറത്തേക്കായി. പക്ഷെ എപ്പോഴെങ്കിലും സിനിമ ചെയ്യണമെങ്കിൽ ഇവരൊക്കെ കാസ്റ്റ് ചെയ്യും. അത് എപ്പോഴെങ്കിലും ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? അത് സിനിമയിലെ പല മേഖലകളിലും ഉള്ള ആളുകളെല്ലാം ആക്ടർ ആവാൻ വരുന്നതാണ് കേട്ടോ. അഭിനയിക്കാൻ വരുന്നതാണ് സിനിമയിൽ. അല്ല ഞാൻ നാളെ പോലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആവും എന്ന് പറഞ്ഞ് വരുന്ന ഒരു കുറവാണ്. അഭിനയിക്കാൻ വന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ആവും, അഭിനയിക്കാൻ വന്ന് ഡയറക്ടർ ആവും, അഭിനയിക്കാൻ വന്ന് പ്രൊഡക്ഷൻ പോയി വരെ അയാളുള്ളൂ. ഒക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അഭിനയം കൺട്രോളർമാരായവർ, മേക്കപ്പ്മാരായവരുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും ഇതിനകത്തൊന്ന് കയറാനുള്ളൊരു മാർഗം നോക്കണമെന്ന് മാത്രമേ. അഭിനയം തന്നെയായിരിക്കും ഒരു നല്ലൊരു ശതമാനം ആളുകൾ. ലാലേട്ടേക്കാളും സീനിയറാണ് ആൽവിൻ ആന്റണി. പുള്ളി ഹീറോ ആയിട്ട് അഭിനയിച്ചു വന്നതാണ്. പക്ഷെ ഇവിടുത്തെ ഒരുപാട് ആൾക്കാർക്ക് ലൈഫ് കൊടുത്ത, കാരണം ക്യാമറമാൻമാര്, ഡയറക്ടേഴ്സിന് ലൈഫ് കൊടുത്ത ഏറ്റവും വലിയ കൺട്രോളറും പിന്നീട് പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ആയാലാണ് തിയേറ്ററൊക്കെ ഉള്ള ആളാണ് ആൽവിൻ ആന്റണി. ഇന്നും നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ഒരു ഫ്രീ ടൈം കിട്ടിയ പഴയ സിനിമകൾ കാണാം, അല്ലെങ്കിൽ പഴയ ഇൻ്റർവ്യൂസ് ഇരുന്ന് കാണാം. അപ്പോൾ ഇവരുടെ കഥകൾ കേൾക്കാൻ ഭയങ്കര രസമാണ്. ഇപ്പം നിങ്ങൾ കൂടെ ഇരിക്കുമ്പോൾ പഴയ കഥകൾ കേൾക്കാനായിരിക്കും ഞങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ കൂടെ അഭിനയിക്കുന്ന സമയത്ത് ഇവരുടെ സെറ്റിൽ ഇങ്ങനെ കഥകളൊക്കെ കേൾക്കാറുണ്ടോ? സിദ്ദിഖ് സാറിൻ്റെ അടുത്താണെങ്കിൽ ഞാൻ ആദ്യം ഫസ്റ്റ് സിദ്ദിഖ് സാറിനോട് അഭിനയിച്ചു. അപ്പം സാറിൻ്റെ അടുത്ത് ഇരുന്ന് ഞാൻ സാർ എങ്ങനെയാ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതല്ല സാറ് ഫസ്റ്റ് തൊട്ട് എങ്ങനെയാ എന്താണ് അച്ഛൻ ഇങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുഞ്ഞിലുള്ള സാറിന്റെ കഥ തൊട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കഷ്ടപ്പെട്ടു. അപ്പൊ ഏത് സമയം തൊട്ടിട്ടാണ് ഒരു ബ്രേക്ക് വന്നത്, എവറി ഡീറ്റെയിൽ ഇങ്ങനെ നമ്മൾ ബിഗിനർ ആകുമ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. സാർ ഫുള്ള് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും കേട്ടോ. ലൈക്ക് നമ്മള് ഇപ്പൊ എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു ചെയ്യുന്ന സമയത്ത്. അപ്പം എവറി സെക്കൻഡ് എന്തെങ്കിലും നന്നായി ചെയ്ത് ഫസ്റ്റ് അപ്പൊ തന്നെ അപ്രീഷിയേറ്റ്, അടിപൊളി നന്നായിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു, എല്ലാം പറഞ്ഞിരുന്നു നമുക്ക്. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. മീനാക്ഷിക്ക് എങ്ങനെയുണ്ടായിരുന്നു? സിനിമയിൽ കാണുമ്പോൾ മെയിൻ ആയിട്ടുള്ള 2 പേരാണ്.
ഞാൻ ആക്ച്വലി എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു ദിലീപേട്ടൻ്റെ അടുത്ത്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ പാണ്ടിപ്പട, CID മൂസ, വിനോദയാത്ര, ഇതൊക്കെ ഇങ്ങനെ എപ്പോ ടി വിയിൽ വന്നാലും ഇങ്ങനെ ഫാമിലി കൂടി ഇരുന്ന് കാണുന്ന മൂവീസാണ്. അപ്പൊ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ കോമഡിയുടെ അങ്ങേയറ്റം എത്തിച്ചിട്ടുള്ള മൂവീസാണ്. അപ്പം ഇതിന്റെ പിന്നിൽ എന്തായിരിക്കും നടക്കുന്നുണ്ടാവുന്ന അപ്പോഴേ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ദിലീപേട്ടനൊക്കെ കണ്ട ചോദിക്കണം എന്ന് വിചാരിച്ചാണ്. അപ്പം ഞാൻ സെറ്റിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ദിലീപേട്ടൻ ചോദിക്കും, ആ സിനിമയില് ആ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുമ്പോ എന്തായിരുന്നു അന്നത്തെ ഒരു സ്റ്റോറി. പാണ്ടിപ്പടയായാലും അതില് സീനിൽ തന്നെ ഉണ്ട് ചിരിക്കുന്ന വിജയ് സാറ് വന്നിട്ട് ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ആ സീനില് ചിരിക്കുന്ന സീനിലവരുണ്ട്. നമുക്ക് ഊഹിക്കാലോ. അപ്പം സിദ്ദിഖായാലും എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന സിനിമ ഇൻഹരിയർ നഗറും ഗോഡ് ഫാദർ ഒക്കെയാണ്. അപ്പൊ ഇൻഹരിയർ നഗറില് ആ അച്ചാമ്മ അല്ല സോറി അനപ്പർലക്ഷ്മി അല്ല, നമ്മുടെ ഫിലോമിന വന്നിട്ട് തെറി പറഞ്ഞ് അടിക്കുന്ന സീനും ചാടുന്നത് അതൊക്കെ ഭയങ്കര കോമഡി. അത്രയും അതൊക്കെ ഇതൊക്കെ മിക്കതോ അന്നൊക്കെ ഈ വീഴ്ച സാധനമാണ് ഒറ്റ ടേക്ക് പിന്നെ വീഴുന്ന സീനൊക്കെ ചാടിയിട്ട് വീഴുന്നത്, അതുപോലെ സന്ദേശത്തിനും ഉണ്ടല്ലോ അതുപോലെ വീഴുന്ന സീൻ. പക്ഷെ അത് ഞങ്ങളെ പോലുള്ള ആൾക്കേ അത് എങ്ങനെ ഷൂട്ട് ചെയ്തു അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതൊക്കെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സീനുകളാണ് ഇപ്പോഴും. ഈ അന്നൊക്കെ മിക്കവാറും സിംഗിൾ ടേക്ക് ആയിരിക്കും. അന്ന് ഈ ഫിലിം അല്ലേ, അപ്പോൾ ഫിലിം വളരെ വാല്യൂബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അത് 2 ടേക്ക് എടുക്കുന്ന ആളുകളൊക്കെ നമ്മൾ ഫിലിം തീനി എന്നൊക്കെ വിളിച്ച് കളിയാക്കും. അങ്ങനെ കൂടുതൽ ടേക്കൊന്നും അന്ന് എടുക്കില്ല. ചിലപ്പോൾ 10 റിഹേഴ്സൽ നോക്കി ഇരിക്കും, പക്ഷെ ടേക്ക് ഒന്ന് തന്നെ ആയിരിക്കും മിക്കവാറും ഒക്കെ. അങ്ങനെ റീടേക്സ് പോകുക എന്ന് പറയുന്നത് വളരെ റെയറാണ് അന്നൊക്കെ. പിന്നെ പ്രത്യേകിച്ച് ഇത്ര ഒരു ഫിസിക്കലി എക്സൈറ്റ് ചെയ്യുന്ന സീനുകളാകുമ്പോൾ എപ്പോഴും അതുകൊണ്ടായിരിക്കും ജോണി ഇന്നത്തെ ആൾക്കാർ എന്താ പറയുമ്പോ ഫിലിമുള്ള കാലത്ത് ഞാൻ വരാതിരുന്ന അല്ല, ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ CID മൂസ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം അടിയാണ് ഫിലിം എക്സ്പോസ് ആയത്. CID മൂസ പോലെ സിനിമയ്ക്ക് ഇന്നത്തെ കാലത്താണെങ്കിൽ 25 ലക്ഷം രൂപ അടി വരും. എക്സ്പോസ് ചെയ്യും 1 ലക്ഷം. അതിൽ കൂടുതലായി ദിലീപിന്റെ അതിനുശേഷമുള്ള റൺവേക്ക്. പക്ഷെ നമ്പർ ഓഫ്, ഞാൻ ഇതായിട്ട് പറയല്ലേ, നമ്പർ ഓഫ് ഷോട്ട്സും വർക്കും കൂടുതൽ മൂസയ്ക്കാണ്. കാരണം സ്ട്രെയിനും ഈ പറഞ്ഞ ഡോഗൊക്കെ ഫസ്റ്റ് ടേക്കും ഒക്കെ ആവുന്നത് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ഏറ്റവും ക്രിട്ടിക്കൽ സീൻസ് ഒക്കെ ഫസ്റ്റ് ടേക്ക് ഒക്കെ അല്ല അന്നത്തെ രീതിയാണ്. മലപ്പുറം ഹാജിയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പിന്നെ സിദ്ദിഖേട്ടനും അമൃതചേട്ടനും മുകേഷേട്ടനും ഇവരെ ഇങ്ങനെ ഹ്യൂമർ ടൈമിംഗ് ഉള്ളവരെല്ലാവരും പറയും റിഹേഴ്സൽ ഇല്ലാതെ അങ്ങ് എടുക്കണേ. കാരണം അധികം റിഹേഴ്സൽ ചളിച്ചു പോകും കോമഡി. ഞാൻ പറയാം സിദ്ദിഖേട്ടൻ്റെ കൂടെ ഞാൻ അസിസ്റ്റന്റ് ആയിട്ടായിരുന്ന കാലത്തെ ഈ ജഗദീഷ് സിദ്ദിഖ് മുകേഷ് സിദ്ദിഖ് ജയറാം, എനിക്കൊരു ആദ്യത്തെ സിനിമ രാജേട്ടൻ സിദ്ദിഖേട്ടുണ്ട്, ഏഴപ്പന സിദ്ദിഖേട്ടുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് പടങ്ങൾ കാസർഗോഡ് 3-ാമത്തെ പടം സിദ്ദിഖേട്ടുണ്ട്, പൂച്ചക്കാരി മണികെട്ടും, മലപ്പുറം ഹാജി, കണ്ടിന്യൂസ് പടങ്ങളിൽ ഞാൻ അസിസ്റ്റന്റായിട്ട് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് ചേട്ടൻ. ജോണി ഞാൻ അന്ന് ശ്രദ്ധിക്കുന്നത് ജോണിയുടെ നല്ല മുടിയാണ്. ഇങ്ങനെ ചീങ്ങ വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ ആലോചിക്കും ഇവന് ഇത്ര മുടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കൊക്കെ അത് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യായിരുന്നു എന്നിങ്ങനെ ആലോചിക്കും. അത് പറയുകയും ചെയ്യും, ഞാൻ നല്ല മുടിയായിരുന്നു. അല്ല പിന്നെ എനിക്ക് ചേട്ടൻ ഇവിടെ പെട്ടെന്ന് ഡയലോഗ് കാണാൻ പഠിക്കുകയും പറയുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ സിനിമ ആ സമയത്ത് ഇപ്പൊ പറഞ്ഞ പോലെ സന്ദേശം, അതുപോലെ തന്നെ ലേലം, അങ്ങനെ ഒരുപാട് കഥാപായകലവ്യൻ ഒരുപാട്. ഞാൻ ശ്രദ്ധിക്കേണ്ട എല്ലാ പടങ്ങളുണ്ട്. ശ്രദ്ധിക്കാൻ അറിയാം ഞാൻ വിളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ. ഞാൻ ശരിക്കും പറയാം ദൃശ്യം പടം കണ്ടിട്ട് ഒരു ചരിത്രമായിരിക്കും. പിന്നെ 2 ഇത്രയും ഡീസന്റ് ഫാദർ. അത് ഞാൻ പറയാം അതായത് ഒരു SP-യുടെ ഒരു DGP-യുടെ ഹസ്ബൻഡായിട്ടാണ് ആ ഒരു ഡിഗ്നിറ്റി. എന്നാൽ ഇവരെ അടക്കി നിർത്തണം, ഈ നൊമ്പരങ്ങൾ ഇങ്ങനെ ഈ മനുഷ്യനുമുണ്ട്. അത് മനോഹരമായിട്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ അഭിനയത്തിന്റെ കാര്യത്തിൽ റോൾ മോഡൽസ് ഒരുപാടുണ്ട്. അതിൽ ഒരു ഗണ്യസ്ഥാനം തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നലെ ഞാൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞു, 2 പേരും എന്നോട് ചോദിച്ചു ഇങ്ങനെ ക്യാരക്ടർ അപ്പന്മാരാകാൻ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ സച്ചിൻ ടെണ്ടുൽക്കർ, ഞാൻ ലീഗ് കളിക്കുന്ന സാധാരണ കളിച്ചു തുടങ്ങിയ ഒരു ചെറിയ പ്ലെയർ. 6 ഒക്കെ ഇന്നലെ ഒരെണ്ണം അടിച്ചു, പിന്നെ നാളെ ചിലപ്പോൾ അടിച്ചേക്കും, അങ്ങനെ ഡെയിലി 6. ആക്ച്വലി ഈ പറഞ്ഞ നമ്മളിപ്പോ കോമഡി സീൻസിനെ പറ്റി കൂടുതലും പറഞ്ഞ ഇവരൊക്കെ തന്നെ ഇമോഷണൽ ചെയ്ത ലെവലും നമ്മൾ മറക്കാൻ പറ്റില്ല. ഇപ്പൊ സിദ്ദിഖ് സാറിന്റെ ഈ ദൃശ്യത്തിലും ലാസ്റ്റ് സീൻ ലാലേട്ടന്റെ കൂടെയുള്ള ആ ഒരു ഷോട്ടൊക്കെ ഭയങ്കര രസമാണ്. ആയാലും
അത്രയും രസമായിട്ട് ഇമോഷണലി കൈകാര്യം ചെയ്യാൻ പറ്റും. അത് ജയറാമേട്ടനോട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ ഇത്ര ഇമോഷൻ ഇങ്ങനെ പെട്ടെന്ന് കരയാൻ പറ്റും, അതെങ്ങനെയാ പറ്റുന്നത്? എങ്ങനെയാ വേറൊന്നും അറിഞ്ഞുകൂടല്ലോ, അപ്പോൾ ഇതൊക്കെയല്ലേ അറിയുള്ളൂ. കരയാൻ പറയുമ്പോൾ കരയും. അത് ചില ക്യാരക്ടേഴ്സ് നമുക്ക് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കരയേണ്ട സമയത്ത് താനേ ഇമോഷണൽ. നമ്മൾ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. നമ്മളിപ്പോൾ ലൈഫിലും അങ്ങനെയല്ലേ, എല്ലാവർക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ തട്ടുന്ന ഒരു സീൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനസ്സിൽ തട്ടുന്ന ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് പെട്ടെന്ന് വരുമല്ലോ. അപ്പോൾ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു ആക്ടറുടെ. എനിക്കൊരു ആക്ടർക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള 2 കാര്യങ്ങൾ കോട്ടുവായി ഇടാനും തുമ്മാനുമാണ്. അത് നമ്മളെങ്ങനെ ചെയ്താലും ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. കോട്ടുവായി ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടർ കോട്ടുവായി കറക്റ്റായിട്ട് ഇടുകയാണെങ്കിൽ അയാൾ നല്ല ആക്ടറായിരിക്കും. തുമ്മാൻ പറഞ്ഞാൽ പെട്ടെന്ന് തുമ്മുന്ന പോലെ, അല്ലെങ്കിൽ ആളുകൾ അച്ചി എന്നൊക്കെ കാണിക്കും, അങ്ങനെയല്ല ആളുകൾ തുമ്മാൻ. അത് രണ്ടും കറക്റ്റായിട്ട് പഠിച്ചാൽ ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ എപ്പോഴെങ്കിലും ഇത്രയധികം ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിനോട് ക്യൂരിയോസിറ്റി ചോദിക്കുക, ഏതെങ്കിലും ഒരു സീന് അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്ത് സ്ക്രീനിൽ അത് ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ എന്തെങ്കിലും സീൻ ഉണ്ടോ? എല്ലാ സീനും കഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്, എല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. ഒന്നും ഈസി അല്ല. സിനിമയിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളും എളുപ്പമല്ല. അത് വന്ന് ഞാൻ പുല്ലുപോലെ നമ്മൾ ചെയ്തു പോയിന്ന് നമുക്ക് തോന്നുന്നതാണ്, മറ്റു കാണുന്നവർക്ക് തോന്നുന്നതാണ്. ആ ചെയ്യുന്ന ആക്ടർ വളരെ സ്ട്രെയിൻ എടുത്തിട്ടും അതിൻ്റെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചും തന്നെയാണ് ചെയ്യുന്നത്. നമുക്കെപ്പോഴും പേടിയാണ് ക്ലാപ്പ് മുമ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ദൈവമേ, കാരണം എന്താണ് ഇനി സംഭവിക്കാൻ പോണേ എന്നുള്ളത്. റീടേക്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഡയറക്ടർ നോക്കി, അല്ലെങ്കിൽ റീടേക്സ് ഉണ്ട്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ ഈ ആദ്യത്തെ ടേക്കിൽ തന്നെ അത് ഓക്കെ ആവണേ, നമുക്ക് കറക്റ്റായിട്ട് വരണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെയാണ് നമ്മൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന സാധനത്തില്ല, ഒന്നും വരാതെ പിന്നെ ഇവര് ചർച്ചയ്ക്ക് ഒരു വലിയ ടെൻഷനാണ്. ഒരു ഓക്കെ കേൾക്കാൻ ഇങ്ങനെ കൊതിക്കും. ആ ഒരു ഡയറക്ടറുടെ ഒരു പെർഫെക്റ്റ് ഓക്കെ ഇല്ലേ, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അദ്ദേഹം ഒന്നും കൂടി അത് ഇപ്പോൾ അത് മോണിറ്ററിൽ റീവെൻഡ് ചെയ്ത് കാണാൻ പറ്റും. ഇപ്പം ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ക്യാമറമാൻ മാത്രമേ ഇത് കാണുന്നുള്ളൂ, ഈ സിനിമ കാണുന്നുള്ളൂ. ഡയറക്ടർ പോലും കാണുന്നില്ല. ഡയറക്ടർ പോലും സിനിമ കാണുന്നത് അടിച്ച് വന്ന്, അന്ന് ശരിക്കും പറഞ്ഞല്ലേ നമ്മളൊക്കെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊക്കെ ടെൻഷനാണ്. ദൈവമേ അത് തെറ്റുമോ, ആ കണ്ടിന്യൂറ്റി പോയിട്ടുണ്ടാവോ, ഇത് പോയിട്ടുണ്ടോ, ഇത് മനസ്സിലാക്കോ, പിടിക്കോ, ഞങ്ങൾക്കറിയാം ഇത് തെറ്റിച്ചിട്ടുണ്ടെന്ന്. മുരളീചേട്ടനൊക്കെയാണ് എടുത്തത്. ഞാൻ ഇവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ ബഹുമാനോട്ടി ചെന്ന് പെട്ടിയും വെച്ച് കുളിച്ചിട്ട് നേരെ ഫാത്തിമ ചർച്ചിലോട്ടാണ് പോകുന്നത്. എടുത്തു പോയി ഷോട്ടില്ല. ഇനി മാതാവ് ഭർത്താവ് വിചാരിച്ചാലും കണ്ടിന്യൂറ്റി നേരെയാക്കാനൊന്നും പറ്റില്ല. എന്നാലും ഭർത്താവേ കണ്ടിന്യൂറ്റി അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസം. അന്ന് എല്ലാവർക്കും അങ്ങനെ ഒരു ഭയമുണ്ട്. അങ്ങനെ ഒരു ഈ റഷ് എന്ന് പേര് വന്ന എന്തുകൊണ്ടാണെന്നറിയാം. നമ്മൾ ഈ ഫിലിം എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ ദിവസം ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. എക്സ്പോസ് ചെയ്ത ഫിലിം പെട്ടെന്ന് തന്നെ ലാബിൽ കൊണ്ടുപോയിട്ട് ഡെവലപ്പ് ചെയ്യണം. ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് എടുത്തിട്ട് അത് ആ എക്സ്പോസ് ചെയ്ത ഫിലിമിന് ലാബിലൊക്കെ റഷ് ചെയ്യലാണ്. പെട്ടെന്ന് തന്നെ അവിടെ കൊണ്ട് റഷ് ചെയ്ത് അതുകൊണ്ട് കൊടുക്കണം. അങ്ങനെയാണ് അതിന് റഷ്. അത് പെട്ടെന്ന് ആര് ട്രെയിനിൽ പോകുന്നു അവരെ കൊടുത്തു വിട്ടിട്ട്, അതായത് എക്സ്പോസ് ചെയ്ത സാധനം പിന്നെ കുറേ ദിവസം അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതിൻ്റെ ഒരു കെമിക്കൽ ആക്ഷൻ നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനെ കൊണ്ടുപോയി അതിൻ്റെ ആസിഡിലിട്ടിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് നെഗറ്റീവ് ആക്കണം. അതുകൊണ്ടാണ് അതിന് റഷ് എന്ന് പേര് വന്നത്. അപ്പോൾ എല്ലാം അങ്ങനെയായിരുന്നു അന്ന്. അതിനകത്ത് സംവിധായകൻ വരെ ഈ സിനിമ കാണുന്നത് ആ സ്ക്രീനിലാണ്, ആ സമയത്താണ് നമ്മളെല്ലാം കാണുന്നത്. ഇന്ന് ഷൂട്ടിംഗ് കാണാൻ വന്നിരിക്കുന്ന ആൾക്കാർ വരെ മോട്ട് മറ്റേ സാധനം പോയിട്ടുണ്ടോ, ഇത് കേട്ട ഉടനെ ചിലപ്പോ എന്നാ പിന്നെ വൺ മോർ എടുക്കാം. അപ്പൊ ചില ആൾക്കാര് രണ്ടര വിട്ടിട്ടുണ്ട്, അത് വേറെ വേണം. മൊത്തത്തിൽ ഈ സംവിധായകൻ ഒന്നും പറയാൻ പറ്റാണ്ട് ഇയാളെ പുറത്താക്കട്ടെ അതൊക്കെ വേറെ വിഷയം. ഇപ്പൊ ഇതിന്റെ മുമ്പിലാണ് മൊത്തം കോമഡി. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് കൂടെയിൽ പണി പഠിക്കുന്നത് ഈ ടിവിയിൽ നോക്കിയിട്ടാണ്. നമ്മളൊക്കെ ജോലി ചെയ്തിരുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് കുറ്റം പറയണല്ല, നമ്മളൊക്കെ നമ്മുടെ ബ്രെയിനും നമ്മുടെ കണ്ണിനെയും വിശ്വസിച്ചിട്ട്. കാരണം ഒന്നുമില്ല അന്ന്. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെയും ഫോണിലുണ്ട് ആ സിനിമ. അവരങ്ങനെ തന്നെ അതിൽ നിന്ന് എടുത്തിട്ടാണ് കണ്ടിന്യൂറ്റി നോക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് മോണിറ്റർ കാണുന്നത് രാവണപ്രഭുവിന്റെ സെറ്റിലാണ്. രാവണപ്രഭുവിലാണ്, പക്ഷെ ഫിലിമാണ് എങ്കിൽ പോലും മോണിറ്ററിൽ ഇങ്ങനെ കാണാം എന്നുള്ളൊരു രീതി കാണുന്നത്
രാവണപ്രഭു എന്ന് പറഞ്ഞ സിനിമയിലാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ സിനിമ വളരെ സിമ്പിളാണ്, അല്ലെങ്കിൽ ഇത് എളുപ്പമല്ലേ അഭിനയം എന്നൊക്കെ പറയും, പക്ഷെ ഇത് കേൾക്കുമ്പോഴാണ് അത്ര എളുപ്പമുള്ള കാര്യമല്ലാന്ന് അല്ലേ? കൂടെ എളുപ്പമല്ല. ഇതിന്റെ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഒരു ഷോട്ട് ഓക്കെ അല്ലെങ്കിൽ റീടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സാധനം റീസെറ്റ് ചെയ്യണം. ആർട്ടിൽ ആൾക്കാർ വീണ്ടുതാവണം, ചിലപ്പോൾ ഫുൾ വെള്ളമൊക്കെ അടിച്ചിട്ട് നിൽക്കായിരിക്കും. ഇത് ഫുൾ ഉണക്കണ പോലെ ആക്കണം. കാരണം അത് മഴ ആ ഷോട്ടിൽ മഴ ചാറാൻ തുടങ്ങുന്നതായിരിക്കും. ഇപ്പോൾ ചാറി തുടങ്ങി പെയ്തു വന്നു, ഇതൊക്കെ നോക്കി ഒന്നുകൂടെ എടുക്കാല്ലേ, മറ്റേ കറക്റ്റ് വർക്കൗട്ടായില്ല. അപ്പോൾ വീണ്ടും അപ്പം ഞങ്ങൾ കരയുന്ന സീക്വൻസ് ആണെങ്കിൽ വീണ്ടും നമ്മൾ കണ്ണൊക്കെ തുടച്ച് അതെല്ലാം മാറ്റി കരച്ചിലിൻ്റെ എക്സ്പ്രഷനൊക്കെ മാറ്റി, മറ്റേത് അവസാനം കരഞ്ഞു പോയിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ ആദ്യം ചിലപ്പോൾ ചിരിച്ചിട്ട് തുടങ്ങേണ്ടതാണെങ്കിൽ ഇതിലെല്ലാം ഒരു രണ്ടാമത് ഇതെല്ലാം കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സ് തന്നെയാണ്. ഈ റോളർ സ്കേറ്റിംഗ് കാണുന്ന പോലെയാണ്. അവരത് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യണം തോന്നുന്നു. ഒറ്റക്കാലിൽ നിന്നിട്ട് ഇങ്ങനെ പോയിട്ട് എല്ലാം കഴിഞ്ഞ് മറങ്ങി നമ്മളതെടുത്ത് കാലിലിട്ട് കഴിയുമ്പോഴാണ് അറിയുന്നത്, അപ്പം നടുന്നല്ലേ നമ്മൾ വീഴും. അതുപോലെയാണ് എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഓരോ വർഷങ്ങൾ കഴിയുന്നൊരു സിനിമ മാറിക്കൊണ്ടിരിക്കുക. അതുപോലെ ഇപ്പോൾ നമ്മൾ പണ്ട് പറഞ്ഞ തമാശകൾ നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ പൊളിറ്റിക്കലി കറക്റ്റ്നെസ് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ ഹിറ്റായിട്ടുള്ള സിനിമകളുണ്ടല്ലോ, ഇപ്പോൾ ചാന്തു പൊട്ട് പോലത്തെ ഒരു സിനിമ, അത് ഇന്ന് വരാണെങ്കിൽ ദിലീപേട്ടൻ ചെയ്യോ? എങ്ങനെയാ? പിന്നെ എന്തായാലും വേറെ രീതിയിലായിരിക്കും മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ മുകളിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം ഈ പറയുന്ന പോലെ ഞങ്ങളിപ്പോഴും പല കാര്യങ്ങൾ വെച്ചിട്ട് പറയുന്നത്, ജോണി നമ്മളൊക്കെ നേരത്തെ വന്ന് നന്നേ എല്ലിക്കാ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഭാഗ്യന്മാര് ഇവരൊക്കെയാണ്. എൻ്റെ സീനിയേഴ്സാണ് ഏറ്റവും ഭാഗ്യന്മാർ. കാരണം വെച്ചാൽ സുവർണ കാലഘട്ടത്തിലാണ് അവരുടെ ഒരു യാത്രയും കാര്യങ്ങളും. അതിന് ശേഷം കിട്ടിയ ഭാഗ്യം കിട്ടിയ ആൾക്കാരാണ് നമ്മൾ. ഇന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ റെസ്ട്രിക്ഷൻസ് ശരിക്കും അനാവശ്യമായിട്ടുള്ള റെസ്ട്രിക്ഷനാണ്. പക്ഷെ ഒരു സിനിമയിലെ കഥാപാത്രങ്ങൾ തമ്മിലാണ് അങ്ങോട്ട് കളിയാക്കുന്നത്. പക്ഷെ എല്ലാം പേഴ്സണലായിട്ട് എടുക്കണം. നമ്മൾ ആക്ഷേപഹാസ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും സിറ്റുവേഷൻ ഒക്കെ അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തമാശ. ഇപ്പൊ തന്നെ ഞങ്ങള് തമാശ പറഞ്ഞു ഇല്ലേ? നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നിയത് ഞങ്ങൾ ഒരു മറയില്ലാതെ ഓപ്പണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോഴല്ലേ അതില് നർമ്മങ്ങൾ. ഇപ്പൊ നമ്മുടെ മാറ്റർ അച്ഛനായിട്ട് എൻ്റെ അച്ഛനായിട്ട് ഞങ്ങള് തമാശക്ക് പറഞ്ഞ ചിലപ്പോ സിനിമയിൽ നാളെ പറയാൻ പറ്റൂല. ഞാൻ ഇങ്ങനെ തന്നെ ചെറുപ്പമായിട്ട് ഇരിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയാൽ ജോണി ചിലപ്പോ ഇതാ. മാത്രമല്ല ഞാനൊരു കാര്യം പറയാം, ഞാൻ സിദ്ദിഖയുടെ അച്ഛനായിട്ട് അഭിനയിച്ച ആളാ കമാര സംഭവത്തിൽ. എന്റെ മോനാണ്. ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല സിദ്ദിഖ് എന്റെ മോനായിട്ട് അഭിനയിക്കുന്നു. ഇല്ലേ? ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി അച്ഛന്റെ മോനാവും. അച്ഛനാവുന്നു പറയുന്ന സംഭവം ആ സിനിമയിൽ ഉണ്ടായിരുന്നു. പിന്നെ തമാശ ഇവിടെ ഞങ്ങൾ ഒന്നും നോക്കണ്ട പറയണേ. ഡയറക്റ്റ് ആണെന്നുണ്ടല്ലേ പറഞ്ഞത്. മോട്ടോർ സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോൾ ലിസ്റ്റിൻ പറഞ്ഞു മുടിയൊക്കെ ഇങ്ങനെ പറന്നു പോകും മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ പിന്നെയാണ് മുടിയൊക്കെ ചെന്ന് ശരിയാക്കുന്നത്. ഉടനെ ദിലീപൻ്റെ അടുത്ത് ഇക്കാക്ക് പിന്നെ ആ ടെൻഷൻ ഇല്ലല്ലോ അല്ലേ? അതെനിക്കും തമാശയാണ്. അല്ലാതെ ഉടനെ തന്നെ ഞാൻ അതെന്നെ ബോഡി ഷെയിം ചെയ്തതാണല്ലേ നീ അങ്ങനെ ചിന്തിക്കാറ് പോലും ഇല്ല. അത് അങ്ങനെയൊക്കെ അല്ലേ തമാശകൾ ഉണ്ടാവുന്നത്. അതില് ഞങ്ങളുടെ സിറ്റുവേഷനിൽ എന്ത് പറയാൻ തോന്നുന്നു അതങ്ങോട്ട് പറയാ. അല്ലാണ്ട് അത് എടുത്തു മാറ്റി. കാരണം ചില സ്ഥലത്ത് നമ്മൾ പെട്ടെന്ന് കയറി പറഞ്ഞാൽ ആ തമാശ ഇവിടെ പറയാൻ പറ്റുള്ളൂ. അത് തമാശ ആവുന്ന ഒരു രണ്ടാമത്തെ വിഷയമാണ്. പറയേണ്ട കാര്യം ടൈമിങ്ങിന് അപ്പൊ അത് വീഴുന്നത്. ഏത് വിപരീത സാഹചര്യത്തിലും തമാശ കറക്റ്റ് പ്ലേസ്മെന്റ് നോക്കി പറയുന്ന ആൾക്കാരാണ് ഇരിക്കുന്ന രണ്ടുപേരും. എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ വെച്ച് നമ്മൾ ഓർക്കാം, നമ്മൾ ചിരിച്ചു പോകും. എത്ര കുഴപ്പം പിടിച്ച സിറ്റുവേഷനിലാണേലും നമ്മൾ പോടും. സെലിംകുമാർ ഇവരൊക്കെ ആ ഒരു നമുക്കറിയാം വരുന്നുണ്ട്. നമ്മളോർക്കും ഇതിപ്പോ ഭയങ്കര ദുരന്തം അല്ലെങ്കിൽ ദുരിതം നടക്കുന്ന സ്ഥലമാണെങ്കിലും പുള്ളിക്ക് അവിടെ വെച്ച് കാര്യം തോന്നി അപ്പം പറയും. അത് നമുക്ക് തോന്നിയ കാര്യമായിരിക്കും, അല്ലെ നമുക്ക് പറയണമെന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ എവിടെ ഒന്ന് പഠിക്കുമ്പോഴായിരിക്കും കറക്റ്റ് സമയത്ത് അടിക്കും. വാത്സല്യം എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴേ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ അസിസ്റ്റന്റ് വന്നിട്ട് മമ്മൂക്കടുത്തൊന്ന് പോസ് ചെയ്യാൻ പറഞ്ഞു. ഒരു സീൻ കഴിഞ്ഞു വന്നു. മമ്മൂക്കാക്ക് അതൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ഉള്ള ആളാണ്. സീൻ നടക്കുമ്പോഴെടുത്തോളം ഫോട്ടോ, അല്ലാതെ പിന്നെ അങ്ങനെ പോസ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല എന്ന് പറയും. ഇതൊരു അസിസ്റ്റന്റാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ. അവൻ വന്നിട്ട് സാർ ഒരു സ്റ്റിൽ. മമ്മൂക്കാക്ക് ദേഷ്യം വന്നു. ഇവനാരാണ് സ്റ്റില്ല് പറയാനായിട്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇവനേതാണ് ഈ പയ്യൻ, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എവിടെ, അയാളെവിടെ എന്ന് ചോദിച്ചു മമ്മൂക്ക. അപ്പോൾ അയാൾ ശബരിമലയ്ക്ക് പോയതാണ്. ശബരിമലയ്ക്ക് പോയിട്ട് വന്നിട്ടില്ല. വലിയ ഇഷ്യൂ ആയി. അവനോട് വരാൻ പറയാം. ഞാൻ ആദ്യം പറഞ്ഞാണ് അവനെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് വെക്കേണ്ടത്. അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ. മമ്മൂക്കാക്ക് ഭയങ്കര ദേഷ്യം വന്നു പെട്ടെന്ന്. സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ശബരിമലയ്ക്ക് പോകും. മമ്മൂക്ക പറഞ്ഞു എന്തിനാണ് ശബരിമലയ്ക്ക് പോകണത്? ഇന്നലെ ശബരിമല നട അടച്ചതാണല്ലോ.
പിന്നെ അവനവിടെ ശബരിമലയ്ക്ക് പോകണം, ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. അപ്പോൾ ഹനീഫ്ക്കൊക്കെ മിണ്ടാതെ നിൽക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഈ നട അടച്ചപ്പോൾ അവൻ അതിൻ്റെ അകത്തായി പോയിട്ടുണ്ടാവില്ല. അതോടെ ആ സിറ്റുവേഷൻ മാറി, എല്ലാവരും ചിരിച്ചടങ്ങി. നമുക്ക് എന്നെ മാറ്റി എടുത്തിട്ട് ഞാനൊന്ന് ബിൽഡപ്പ് ചെയ്ത് തകർത്ത്. അപ്പൊ ചിലപ്പോ ചില തമാശകൾ അത് അപ്പം പറഞ്ഞില്ലെങ്കിൽ അത് തമാശയില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെ കൂടെ അഭിനയിക്കുന്നവരിപ്പം ഒത്തിരി തമാശകൾ പറയുകയാണെങ്കിൽ നമ്മള് തമാശ പറയുമ്പം അതിന് കൂടുതൽ നമ്മൾ എൻജോയും ചെയ്യുമല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തമാശ പറഞ്ഞ് ചിരിച്ചു പോകുന്ന ആര് കൂടെ അഭിനയിക്കുമ്പോഴാണ്? ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ. എന്നെ സംബന്ധിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരുണ്ട്, ഞങ്ങൾ 3 പേര് ഇരുന്നിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും എൻ്റെ ആൾക്കാരാണ്. പിന്നെ ഞങ്ങളെ സീനിയേഴ്സായിട്ട് ഇപ്പോൾ ഇന്നസെന്റ് ഏട്ടൻ, അമ്പിളിച്ചേട്ടൻ, മധുസാറ് പറഞ്ഞ തമാശ. മധുസാറ് ഞാനൊരു സിനിമയിൽ അഭിനയിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ എന്തോ ഒരു വലിച്ചിങ്ങനെ കെട്ടുന്നുണ്ട്. അപ്പോൾ അവർ വലിച്ചിങ്ങനെ കെട്ടുന്ന സമയത്ത് ആരോ പറഞ്ഞു, അത്ര വലിക്കില്ലേ, അത് പൊട്ടും വലിക്കില്ലേ. അപ്പം മധുസാറ്, ഈ പടത്തിന്റെ കാര്യമാണോ വിളിച്ച് പറയുന്നത്? ഞങ്ങള് കൈരസം ജന സമയത്ത് മധുസാറിന് ഉദയം കഥയൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കണ ആകെ 15 ദിവസം. സാർ 15 ദിവസം കൊണ്ട് ഇത് തീരുന്നു പറഞ്ഞു. അങ്ങനെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഏകദേശം 45ാമത്തെ ദിവസമായപ്പോ സാറ് രാത്രി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക, ഉദയൻ ഇവിടെ വരും വിളിച്ചു. അത് ചോദിച്ചു, ഈ സിനിമയിലെ ഹീറോ ആരാ എന്ന് ചോദിച്ചു. അപ്പോൾ സാറ്, അല്ല എനിക്ക് ഈ സിനിമയിൽ മെയിൻ വേഷം ചെയ്തിട്ട് എനിക്കൊരു ബ്രേക്ക് കിട്ടേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എപ്പോഴേലും പോകാൻ നിൽക്കുന്ന ഒരുത്തൻ, അപ്പൊ അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. എനിക്ക് ഭയങ്കര നിങ്ങൾ പറഞ്ഞത് 15 ദിവസം എന്നാണ്, 45ാമത്തെ ദിവസമാണിത് എന്നൊക്കെ പറഞ്ഞ മിണ്ടാതി. സാറേ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, ഞാൻ മധു ഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് ലെറ്റർ പാഡ് വരെ അടുപ്പിച്ചിട്ടുണ്ട്, എനിക്ക് 4 ദിവസത്തിൽ കൂടുതലൊന്നും ഒരു പടത്തിൽ അഭിനയിക്കാൻ. അങ്ങനെയൊക്കെ പറഞ്ഞ് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചൂടാതിരിക്കുന്ന സമയത്ത് ഒരു പ്രൊഡക്ഷനിൽ ഒരാൾ പെട്ടെന്ന് എൻട്രി ചെയ്യാം. എന്താ സാർ, കുടിക്കാൻ എന്തെങ്കിലും കുറച്ച് വിഷം കളിക്കാണോ? ഞാനോട് ചിരിച്ചത് എന്നെ കിട്ടും. കാരണം ബിൽഡപ്പ് ചെയ്ത് തന്ന സാരി ഇപ്പം വന്ന് കൊളാക്കി സാറും ചിരിച്ചുപോയി. അപ്പൊ പിന്നെ അവിടെ പൂര ചിരിയായിരുന്നത്. പിന്നെ കുറെ എടുത്ത് അല്ല ഒരിക്കൽ ഷൂട്ടിംഗ് സമയത്ത് ഒരു ഡയറക്ടർ വന്നിട്ട് സാറിനോട്, അപ്പൊ അന്നൊക്കെ ഈ ഷൂട്ടിംഗ് കാണാൻ ഒരുപാട് പേര് കൂടുമല്ലോ, ആളുകളിങ്ങനെ ഭയങ്കര ജനസമുദ്രമായിരിക്കും. അപ്പോൾ ഒരു ഷൂട്ടിംഗ് സമയത്ത് അധികം ആളുകളൊന്നുമില്ല, കുറച്ച് പേർക്ക് നിൽക്കുന്ന സമയത്ത് ആ ഡയറക്ടർ മധുസാറിൻ്റെ അടുത്ത് പറഞ്ഞു, എന്താണെന്നറിയില്ല, ഇപ്പൊ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊന്നും അധികം ആളുകളില്ല, ലൊക്കേഷനിൽ മാത്രമല്ല തിയേറ്ററിലും. സാർ ഇങ്ങനെ പെട്ടെന്ന് തമാശ പറയുന്ന ചമ്പക്കുളത്ത് വെച്ച് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ ഡയറക്ടറാണ്. അപ്പോൾ സാർ ആ പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, മകളെ പാതി മലരെ. സാറ് മേക്കപ്പ് ചെയ്തുകൊണ്ട് കുറച്ചു നേരം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, വീണ്ടും ഇടുന്നു, മക്കളെ പാതി മലരെ 2 ലൈൻ വരുന്നു, പിന്നെ നാഗർ ഓഫ് ചെയ്യുന്നു, പിന്നെ വീണ്ടും ഇടുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാറ് മകളെ പാതി മലരെ മറ്റു പാതി എന്തോ പട്ടി എടുക്കുന്നു. സാറ് കാണുന്നുണ്ട് ഒരു പക്ഷേ ഈ പ്രോഗ്രാം സാറ് കണ്ടാൽ ഞങ്ങൾ ഇപ്പോഴും സാറിന്റെ തമാശകൾ ഓർക്കുന്നുണ്ട്. സാറിനെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏറ്റവും വലിയ മലയാള സിനിമയിൽ ശരിക്കും പറഞ്ഞിട്ടുള്ള ഓരോ ജംഗ്ഷനിലും മലയാള സിനിമ ചരിത്രത്തിന്റെ ഭാഗമാവുന്ന ഓരോ ജംഗ്ഷനിലും സാറുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2020 എന്ന് പറഞ്ഞ സിനിമ അത് നീ ഷൂട്ട് തുടങ്ങുന്നു പറഞ്ഞ് ആദ്യത്തെ ആള് മധുസാറാണ്. ഞങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്യുന്ന മധുസാറിനെ വെച്ചാൽ നീ ഷൂട്ട് ചെയ്യൂ ബാക്കിയല്ല. ഞാൻ പറഞ്ഞു സാറേ എല്ലാവരും ഡേറ്റ് ഒന്നുമില്ല, നീ ഷൂട്ട് ചെയ്തു, ബാക്കിയെല്ലാം നിൻ്റെ അതിൻ്റെ പുറകെ വന്നോളൂ. അങ്ങനെ ഞങ്ങൾ മധുസാറിനെയും ജനുവേട്ടനും വെച്ചിട്ടാ ഇപ്പം ചേച്ചിനും വെച്ചിട്ടാ സിനിമ ഷൂട്ട് ചെയ്യണം. എപ്പോഴും നമ്മുടെ എല്ലാം കൂടെ നിൽക്കുന്ന ഒരാളെന്ന് പറയില്ലേ, നമുക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര അഭിമാനം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ 2-3 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സാറിൻ്റെ കൂടെ. ഭയങ്കര അല്ലേ, അയ്യോ ഒരു രസമെന്നറിയോ. ഇപ്പോഴും നമുക്കെന്ന് വെച്ചാൽ സാറിപ്പോൾ അഭിനയിക്കാൻ തയ്യാറാണെങ്കിൽ പടങ്ങൾ ഇഷ്ടമായിട്ട് തോന്നുന്നു, സാറ് പക്ഷെ ചെയ്യുന്നില്ല.
ഇപ്പൊ സംസാരിക്കുമല്ലോ, ഒരു ക്യാമറ വെക്കുകയാണെങ്കിൽ ഈ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ തമാശകൾ തന്നെ വലിയ എപ്പിസോഡാവും, ട്രെൻഡിങ് ആയി മാറും. ഞങ്ങളുടെ നേരം പോക്കെന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അനീഫ്ക്കാണെങ്കിലും ഉണ്ണേട്ടനാണെങ്കിലും ശ്രീനേട്ടനാണെങ്കിലും എല്ലാവരോടും കൂടിയുണ്ടല്ലോ. എനിക്കൊന്ന് വെട്ടത്തിന് ഇപ്പൊ ഉണ്ടായിരുന്നില്ല. വെട്ടം ലൊക്കേഷനിൽ ചിരിച്ച് മരിച്ചിട്ടുണ്ട്. അത്രയും ഹാസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളല്ലേ. ചെറിയ തമാശക്ക് വരെ ചിരിക്കുക. എനിക്ക് ചിരിയെന്നല്ലേ ഒരു ഉണ്ടമാനം ചിരിക്കുക. നമുക്ക് ഒരുപാട് ചിരിക്കുന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ. അനീഫ് ചിരിക്കും. അനീഫ് ഖാൻ കളിയാക്കുന്നതിനാണ് അനീഫ് ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത്. ഞാനൊരിക്കൽ ഷൂട്ടിങ്ങിന് ഇറങ്ങി വന്നിട്ട് ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ ഈ അലക്കാനുള്ള തുണികളെല്ലാം കൂടെ കെട്ടിയിട്ട് 2-3 ബണ്ടിലാക്കിയിട്ട് അവിടെ നിൽപ്പുണ്ട്. അതിൽ ചാരി നിൽക്കാൻ നല്ല സുഖമായതുണ്ട്. അനീഫ് അതിനകത്ത് ചാരി സീർട്ട് മരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം ഞാൻ കൂടെ വന്നിട്ട് എൻ്റെ കൂടെ പോകാനാണ് അനീഫ് നിൽക്കണേ. എനിക്കത് അറിഞ്ഞൂടാ. ഞാനിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ അനീഫ് സീർട്ട് കളഞ്ഞിട്ട് എൻ്റെ അടുത്ത്, എത്ര നേരമാണ് നിന്നെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്നത്? ഞാൻ വിളിച്ചു അനീഫ്ക്കായിരുന്നു, ഞാൻ അലക്കുകാരൻ തുണിയായിട്ട് നിൽക്കണമെന്നാണ് അനീഫ്ക്കാർ വിചാരിച്ചത്. അതിന് അനീഫ് അവിടെ നിന്ന് ചിരിക്കും. അത് അനീഫ്ഖാനെ നമ്മൾ കളിയാക്കുന്നത്. പക്ഷെ അതൊന്നും അങ്ങനെയല്ല. അനീഫ്ക്കാരുടെ ഒരു പൊട്ടിച്ചിരിക്കണതിന് ഇത്രയും നന്നായിട്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരാൾ സിനിമയിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നാദൃശിക്ക് ഒരു നെടുന്തൂണായിട്ട് എപ്പോഴും കൂടെ നിൽക്കുന്ന ആളാണ്. അതുപോലെ രണ്ടുപേരായിരുന്നു മണിച്ചേട്ടനും ഹനീഫിക്ക എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഒരു മിസ്സിങ് പ്രൊഫഷണലി പേഴ്സണലി അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് മലയാള സിനിമയ്ക്ക് തന്നെ വലിയൊരു മിസ്സിങ് അല്ലേ. മണി അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള മണീനെ എനിക്ക് തോന്നുന്ന ശരിക്കും ഉപയോഗിച്ചിട്ടില്ല. അത്രയും ടാലൻറ്റഡാണ് മണി. അനീഫയ്ക്കാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലിയും അല്ലാതെയും മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയ മിസ്സിങ് എടുത്തു പറയേണ്ട ആൾക്കാർ. പോയ ആൾക്കാരെല്ലാം പകരക്കാരില്ലാത്ത ആൾക്കാരാണ്. ഇപ്പോൾ ഒരു 5 നായകന്മാരെ ഓർക്കുകയാണെങ്കിൽ അതിൽ ദിലീപേട്ടൻ്റെ പേരുണ്ട്. 30 വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, 150 സിനിമകൾ. പിന്നെ വീണ്ടും തിരിച്ചു വരവെന്ന് ആളുകൾ പറയുമ്പോഴേ ശരിക്കും അത് കേൾക്കുമ്പോൾ എന്താ തോന്നുക? ശരിക്കും തിരിച്ചു വരവ് എന്നുള്ളതല്ല. ഇപ്പം ഏത് ഹീറോയ്ക്കും ഉണ്ടാവുന്ന അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത് എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഒരേമാതിരി പോയൊരു സാച്ചുറേഷൻ ഉണ്ട്. ഒരു ലെവൽ കഴിഞ്ഞ് എന്താണെങ്കിലും ഇടിഞ്ഞൊഴിഞ്ഞ് വീഴും. പിന്നെയും ഒന്നിന്ന് തുടങ്ങാന്ന് പറയാം. അത് എല്ലാ ലാംഗ്വേജിലും എല്ലാ സൂപ്പർ സ്റ്റാർസിനും ഉള്ള വിഷയങ്ങൾ തന്നെയാണ്. ഈ ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോണിക്ക് ഭാഗ്യം കിട്ടിയത് സംവിധാനം ചെയ്ത ചിത്രങ്ങളിലാണ്. 100-150 ഓടിയ ചിത്രങ്ങൾ. ഞങ്ങൾ അഭിനയിച്ച ചിത്രങ്ങളിൽ എനിക്ക് 250 ദിവസം വരെ ഓടിയ ചിത്രങ്ങളുടെ ഇത് കിട്ടിയിട്ടുണ്ട്. 250, 150, 175, 200 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വന്ന തലമുറയ്ക്ക് അത് എത്രത്തോളം കിട്ടുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ അത്രയും ഡ്യൂറേഷൻ ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ 25 ദിവസം സിനിമ ഓടുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഭയങ്കര വലിയ അന്നത്തെ 150ന്റെ ലെവലിലേക്ക് പോകുന്നത്. കളക്ഷനും അതുപോലെ തന്നെയാണ്. ഈ പറയുന്ന കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരത്തെ 40 ഷോ പ്രിൻസ് ആൻഡ് ഫാമിലി ഫുള്ളാണ് എറണാകുളത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 10 ദിവസം പണ്ടാണെങ്കിൽ 10 ദിവസത്തെ എറണാകുളത്തെ കളക്ഷനാണ് ഒറ്റ നൈറ്റ് കൊണ്ട് കിട്ടുന്നത്. അതായത് ഒരു തിയേറ്ററിൽ 40 ദിവസം 10 ദിവസമല്ലേ ഷോ. അപ്പം അത്ര ആളുകൾ ഒരുമിച്ച് ഒരു ദിവസം പണ്ട് 13 സെന്ററിലല്ലേ ഒരു പടം റിലീസ് ചെയ്യുന്നത്. സിറ്റി ഹെഡ് ക്വാർട്ടേഴ്സിൽ മാത്രമേ ഉള്ളൂ. എത്ര ജില്ലകളുണ്ടോ ആ ജില്ലയിൽ മാത്രമേ റിലീസുള്ളൂ. ഇത് കഴിഞ്ഞ് പിന്നെ അവിടെ ഓടിക്കഴിഞ്ഞ് 100 ദിവസം കഴിയുമ്പോഴേക്കാണ് ബി സെന്ററിലേക്ക് വരുന്നത്. അന്ന് ഞാനൊക്കെ സിനിമയിൽ വരുമ്പോൾ പറയുമായിരുന്നു, എ സെന്ററിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ്റെ 4 ഇരട്ടി പിന്നെ ബിയും സിയും കൂടെ വരും. അങ്ങനെയാണ് അവർ കണക്ക് കൂട്ടിരുന്നത്. അപ്പം അങ്ങനെ എയും ബിയും സിയും ഒന്നും ഇല്ല. ഇറങ്ങുന്നു ഒരാഴ്ച കൊണ്ട് എക്സ്പ്രഷൻ ഭയങ്കര അതിനിടയ്ക്ക് കൂടെ എക്സ്പ്രഷൻ നല്ലതാണ്. ഇപ്പം ഈ സിനിമ തിയേറ്ററിലടിച്ച് എല്ലാവരും നല്ല അഭിപ്രായം വരുന്നു. കണ്ടവരൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഒരു സിനിമ റിവ്യൂ ചെയ്തിട്ട് ആ സിനിമ തകർന്നു പോയോ വിജയിക്കുകയോ ചെയ്യില്ല. കാരണം അത് പ്രേക്ഷകരാണ് ഏറ്റെടുക്കേണ്ടതെന്ന് പറയാറുണ്ട്. ഇപ്പം നെഗറ്റീവ് റിവ്യൂ പറഞ്ഞിട്ട് വിജയിക്കുന്ന സിനിമകളുണ്ട്, അല്ലെങ്കിൽ നല്ലത് പറഞ്ഞ് തോറ്റുപോകുന്ന സിനിമകളുണ്ട്. ശരിക്കും ഒരു റിവ്യൂ കൊണ്ട് സിനിമയെ നശിപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നു? ഈ സിനിമയുടെ റിവ്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ അഭിപ്രായം പറഞ്ഞത് നമ്മൾ ചെയ്ത പരസ്യങ്ങളിലൂടെയല്ല. ഈ സിനിമയ്ക്ക് പരസ്യം സത്യം പറഞ്ഞ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് വളരെ പരസ്യം കുറഞ്ഞ ഒരു സിനിമ തന്നെയാണ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും പരസ്യം ഇല്ലാത്തൊരു സിനിമ തന്നെയാണ്. അവരോട് കുറച്ച് ഫ്ലെക്സുകളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ സിനിമ ഉണ്ട് എന്നറിയിക്കാം. പിന്നെ നമ്മൾ മാക്സിമം പല ഇതിലൂടെ മെയ് 9 റിലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയെക്കുറിച്ച് വേറെ ഒന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല.
ശരിക്കും ആ സമയത്ത് ഈ സിനിമ കണ്ടതിന് ശേഷം ആരെങ്കിലും ഈ സിനിമയെ മോശം പറഞ്ഞ് അവന് ഓടിച്ചിട്ട് അടിക്കുക എന്ന് പറയുന്ന രീതിയിൽ പ്രവർത്തിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരും. ഈ സിനിമയുടെ മെയിൻ ഒരു വിഷയമാണ് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബേഴ്സാണ് ഈ സിനിമ നെഗറ്റീവ് പറഞ്ഞാൽ അവർക്കെതിരെ ശക്തമായിട്ട് ഈ സിനിമയ്ക്ക് എന്താണ് കുഴപ്പം, ഈ സിനിമ ഞങ്ങൾ കണ്ടതാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത്. ഈ സിനിമയ്ക്ക് ഏറ്റവും കിട്ടിയത് മൗത്ത് പബ്ലിസിറ്റിയാണ്. ആ മൗത്ത് പബ്ലിസിറ്റിയിൽ നമ്മൾ ശരിക്കും പ്രൊമോഷൻ തുടങ്ങിയത്, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയത് നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കണം. ഏകദേശം 4-5 ദിവസത്തിൻ്റെ ഇടയിലാണ് പിന്നെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നത് ഈ സിനിമയെക്കുറിച്ചിട്ട്. അത്ര നേരം ഈ സിനിമയെ എല്ലാ ഷോസും ജോണി പറഞ്ഞ പോലെ ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ ഈ എറണാകുളത്ത് 40 ഷോ ഫുള്ളായി എന്ന് പറയുന്ന ആ ഫുള്ളാക്കിയത് പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നെയാണ്. ആ മൗത്ത് പബ്ലിസിറ്റിയുടെ ഒരു ഭയങ്കര എന്താ പറയുക വൈബ് അല്ലേ, ഇത്രയും നിമിഷം നേരം കൊണ്ട് കാട്ടുതീ പട്ടുന്ന പോലെ അഭിപ്രായങ്ങൾ പടരുക എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഈ സിനിമയെ സഹായിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നെയാണ്. തീർച്ചയായിട്ടും വിമർശനങ്ങളെ വിമർശിച്ചു, അതാണ് അത് സാധാരണ വിമർശനങ്ങളെ പ്രേക്ഷകർ വിമർശിച്ചു. എന്തിനാണ് അങ്ങനെ വിമർശിക്കുന്നത്? അതിന് മാത്രം ഒന്നും കുഴപ്പമില്ലല്ലോ, അത് വലിയൊരു കാര്യമാണ്. അപ്പം ഞാൻ പറയില്ലേ, ഒരിക്കലും വെളിച്ചത്തെ ഇരട്ടൊന്നും ആക്കാൻ പറ്റില്ല. അതെന്റെ കറക്റ്റ് വേർഡ്. ഇപ്പൊ സിനിമ നിങ്ങളൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പൊ സിനിമയിൽ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഒത്തിരി പേര് സിനിമയിൽ എത്തണം, ഇന്നും ഒരുപാട് വർഷമായിട്ട് അവർ കാത്തിരിക്കുന്നു. ചിലപ്പോൾ പൊട്ടിപ്പാളീസായിട്ട് ഇപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഈ സക്സസ് ആയിട്ട് നിൽക്കുന്ന, ഞങ്ങൾക്ക് സക്സസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അവരോട് പറയാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരിക്കും? അല്ല, പരാജയം എന്ന് പറയുന്നത് അതിൽ നമ്മൾ സങ്കടപ്പെടുക വീഴുന്നല്ല. പരാജയം എന്ന് പറയുന്നത് വിജയത്തിൻ്റെ മുന്നോടിയാണ്. ലൈഫിൽ പല സിറ്റുവേഷനിലും പരാജയപ്പെട്ടു ഇനി ഇല്ല എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വീണ്ടും ദൈവം നമ്മളെ എടുത്തുയർത്തുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. അതിലൊരാളാണ് സത്യം പറഞ്ഞാൽ ഞാൻ അതിലൊരാളാണെന്ന് എനിക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം. ഇല്ലേ, ഓരോ ആപഘട്ടത്തിലും ദൈവം വന്ന് കൈതരിക. ആ ദൈവം എന്ന് പറയുന്നത് ശരിക്കും കണക്ട് ചെയ്യുന്നത് എനിക്ക് പ്രേക്ഷകരാണ്. ആ രൂപത്തിലാണ് വരുന്നത്. ഇപ്പം എൻ്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഇനി ഇയാളില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ദൈവമായിട്ട് ഒരു രാമലീലേനെ ഓപ്പൺ ചെയ്യണം. ആ സിനിമയ്ക്ക് ഒരാളും അന്ന് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ദിലീപ് എന്ന് പറഞ്ഞ ആക്ടർ അവിടെ ക്ലോസ്ഡ് ആണ്. പിന്നീട് അതിന് ശേഷവും ഞാൻ സിനിമകൾ ചെയ്തു. മനസ്സിലായില്ലേ? ഇപ്പോൾ 150ാമത്തെ സിനിമ വരെ എത്തി നിൽക്കുന്നു. ഈ റിലീസായിരിക്കണം. ഇപ്പൊ അടുത്ത് ഇറങ്ങാൻ പോകുന്ന ബബ്ബ എന്ന് പറഞ്ഞ സിനിമ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതൊരു അങ്ങനത്തെ ഒരു സിനിമയായതുകൊണ്ട് അപ്പം ആ ഓരോ സമയത്തും പുള്ളിക്കറിയാം നമുക്ക് എവിടെയാണ് ഒരു കൈ വേണ്ട സ്ഥലമുണ്ടല്ലോ. അത് കൈയായിട്ട് വരുന്നത് ഈ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലാണ് ആടി തിമിർക്കുന്നത്. ഞങ്ങളെ ഈ കലാകാരന്മാരെ ഞങ്ങളെ നിലനിർത്തുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നെയാണ്. ഞങ്ങളുടെ ഫൈനൽ ജഡ്ജസ് അവരാണ്. ആരെന്ത് പറഞ്ഞാലും അവരുടെ ഒരു ശരിയുണ്ട്. അവർ കണ്ട ഇപ്പോൾ ഇത്രയും റിവ്യൂ 2-3 ആൾക്കാർ മോശം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഓടിച്ചിട്ട് അടിച്ചത് പ്രേക്ഷകരാണ്. അത് മാത്രമല്ല, ഈ സിനിമയിൽ നമ്മൾ സംസാരിക്കുന്ന യൂട്യൂബേഴ്സാണ്. വേണമെങ്കിൽ ഈ സിനിമയ്ക്കെതിരായിട്ട് മൊത്തം ആൾക്കാർ ഇതാക്കാം. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് ഫീൽ ശരിയല്ലേ എന്ന് തോന്നുന്ന ഒരു ഫീലില്ലേ, ഈ സിനിമ എല്ലാവരും കാണണം എന്ന് തീരുമാനിച്ചത് ഇവിടുത്തെ പ്രേക്ഷകരും ഇവിടുത്തെ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സും അങ്ങനെ ഉള്ള എല്ലാവരും കൂടിയാണ് ഇതിനെ വലിയ വിജയാക്കിയത്. തീർച്ചയായിട്ടും അത് ഈ അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഒരുപാട് പേര് പഴയത് പേര് പറഞ്ഞിട്ടേ പുതിയ ആളുകൾ നമ്മൾ മറന്നു പോകുന്നു. ഈ കഥകളൊക്കെ കേട്ട് ജോസൂട്ടി ഇരിക്കുകയായിരുന്നു. ശരിക്കും ഈ സിനിമയും ഇപ്പൊ സക്സസ്ഫുള്ളി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാർ ഈ പഴയ കഥകൾ കേൾക്കാനൊരു ഇഷ്ടമുണ്ടല്ലോ. ശരിക്കും ഇത് ഈ ഷൂട്ടിംഗ് സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നോ? ഒന്നും പറയണ്ട. എനിക്ക് കൂടുതൽ സീൻസും സിദ്ദീഖയുടെയും ദിലീപേട്ടൻ്റെ ഒക്കെ കൂടെ ആയിരുന്നു. അപ്പം ഇവർ രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ ക്യാരവാനിൽ നിന്ന് ഇറങ്ങി തുടങ്ങുവാണ്. പിന്നെ ഓരോ പേരും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ പോകും. നമ്മൾക്ക് ഇവരുമായിട്ട് അങ്ങനെ വലിയൊരു കണക്ഷൻ ഇല്ലല്ലോ. ഞാനിതിന്റെ ഇടയ്ക്ക് പോയി പതുക്കെ പോയി സൈഡിലേക്ക് പോയി നിൽക്കും. അപ്പം പിന്നെ സിദ്ദീഖായിട്ട് എനിക്ക് നേരത്തെ 1-2 പടം ചെയ്ത് ചെറിയൊരു പരിചയമുള്ള ഇങ്ങോട്ട് കയറി ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് നടുക്ക് ഇവരോട് ഇരുത്തി ഇവരുടെ കൂട്ടത്തിൽ ഒരാളാക്കി നിർത്തി. അപ്പൊ നമ്മൾ ആസ്വദിക്കുമല്ലോ ഇവരുടെ പഴയ കഥകൾ കേൾക്കാൻ. നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. പിന്നെ ഈ പറഞ്ഞ ജോണി ചേട്ടന് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഇപ്പോഴും അതെ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മൾ TV-യിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, റീൽസിലായിക്കോട്ടെ, എല്ലാം നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പൊ അവരുടെ കൂടെ ഒരു സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്നെ പോലെ ഒരു
വളരെ പുതിയൊരാൾക്ക് ഭയങ്കര നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ? അപ്പൊ ഈ സീനിയർ ആയിട്ടുള്ള ആളുകളെ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ട്, ദിലീപേട്ടനുമായിട്ട് എനിക്കൊരു ദിലീപേട്ടൻ ഓർക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, ഊട്ടിയിലൊരു പാട്ട് സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവരെ അങ്ങനെയാണ് കാണുന്നത്, വലിയൊരു സ്റ്റാർ അങ്ങനെ തന്നെയാണല്ലോ. അപ്പം അവിടെ ചെന്ന് ഞാൻ ആക്ച്വലി ആ ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് ഞാനില്ല ആക്ച്വലി. അപ്പം ഞാനവിടെ നമുക്കിപ്പോൾ ഒരു ചെറിയ ഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അവിടെ ഇവിടെ എല്ലാം പരതി നടക്കുന്നത്. അപ്പോൾ ആ ഷോട്ടിൽ സിദ്ദിഖ്, ദിലീപേട്ടന്, ബിന്ദു ചേച്ചി, റാണിയുണ്ട്. അപ്പൊ ഇവരൊരു ഊഞ്ഞാലിരുന്ന് എന്താ ചുമ്മാ ഒരു പാട്ട് സീക്വൻസ് ആണ്, ജസ്റ്റ് എന്തെങ്കിലും ഒരു കണ്ടന്റ് സംസാരിച്ച് ഒരു സ്റ്റോറി ഉണ്ടാക്കി അങ്ങ് പോവുകയാണ്. അപ്പൊ എന്നെ പെട്ടെന്ന് അതിനകത്തേക്ക് ആഡ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇവർ ഓൾറെഡി ഒരു സാധനം സെറ്റ് ചെയ്ത് അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് നേരത്തെ ഡയറക്ടർ ഓക്കെ തുടങ്ങാന്ന് പറഞ്ഞു. ഞാൻ അവിടെ തന്നെ നിന്ന് എന്താ കാണിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഇവര് 3-4 പേര് കൂടി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഡയറക്ടർ പറഞ്ഞു കട്ട് എന്നാ ജോസിന് കുഴപ്പമില്ല, അല്ല നീ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിങ്ങ് പോരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞിട്ട് കുറച്ച് അടുത്ത് ഷോട്ട് എടുക്കാൻ നേരത്ത് ദിലീപേട്ടന് ഡയറക്ടറായിട്ട് ചോദിച്ചു, അവനെന്തേലും ചോദിച്ചു. അവനെന്താ? അപ്പം ഡയറക്ടർ പറഞ്ഞു അല്ല കുഴപ്പമില്ല, അവനില്ലെങ്കിലും കുഴപ്പമില്ല, അത് ജസ്റ്റ് ഒരു ഇതാണ്. അല്ല അവനെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. എന്നെ എന്നിട്ട് വിളിച്ചിട്ട് ദിലീപേട്ടനെ എന്നെ വിളിച്ച് നിർത്തി ഇടപാടാ വന്നു നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു, ഇങ്ങനെ ചെയ്യാം, ഞാനൊരു സാധനം പറയാം, അതനുസരിച്ച് നീ അതിന് ഞാൻ പറയുന്നതിന് ഉത്തരം തന്നുവെച്ചാൽ മതി. അങ്ങനെ ഒരു സാധനം അന്നേരം ദിലീപേട്ടൻ ഞാനും കൂടെ സംസാരിച്ച് എന്നെ സംബന്ധിച്ച് ഭയങ്കര സംഭവമാണിത്. ഞാൻ ഒരിക്കലും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മളെ ഇവരുടെ കൂടത്തിൽ കൂട്ടി നിർത്തി ഇവരുടെ ഒപ്പം നിർത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ പുതിയൊരാളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അങ്ങനെ ഒരു അവസരമാണ് ഇവര് നമുക്ക് തന്നത്. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും. നമുക്കത് മറക്കാൻ പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത് ഞങ്ങളുടെ സീനിയർ ആക്ടേഴ്സും ഒക്കെ ഞങ്ങളോടൊക്കെ അതാണ് നമ്മൾ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം അങ്ങനെ വളർത്തിയെങ്കിലാണ് സിനിമയും ഒക്കെ വളരുള്ളൂ. അല്ലാതെ നമ്മൾ വരുന്ന സമയത്തും വളരെ ഉയരങ്ങളിൽ നിൽക്കുന്ന ആക്ടേഴ്സൊക്കെ നമ്മളെയും കൊണ്ടുനടന്നിരുന്നത് അതുപോലെയാണ്. അതുകൊണ്ടാണ് അത് നമ്മൾ അവരുടെ കൂട്ടത്തിൽ നമ്മൾ വന്ന സമയത്ത് നമുക്കൊരു ചെയർ ഇട്ട് തന്ന് എടാ ഇരിക്കടാ എന്ന് പറഞ്ഞിട്ട് അപ്പോഴും നമ്മൾ പോയിട്ട് ഇങ്ങനെ ഇരിക്കുള്ളൂ. കാരണം വെച്ചാൽ ആ മര്യാദ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് അന്നും ഇന്നും എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ നമ്മുടെ സീനിയേഴ്സിനെ അത്ര റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അത്ര ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാണ്ട് അവരായിട്ടൊരു കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു ചിന്ത പോലും ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ സീനിയേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഹീറോ ഇതിൽ നിൽക്കുന്നതാണെങ്കിലും മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, ജയറാമേട്ടൻ, ഞാൻ വരുന്നതിന് മുമ്പുള്ള ഇതുള്ള പിന്നെ ഉള്ള ഇവരുടെ ഹീറോ വെച്ചാൽ സിദ്ദിഖ് ഹീറോ ആയിരുന്നു, മുകേഷ് ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ, പിന്നെ സായി ചേട്ടൻ. അപ്പം എൻ്റെ മുമ്പിലുള്ള സീനിയേഴ്സ് ഇവരൊക്കെയാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, ജയറാമിൻ്റെ പടത്തിൽ ഞാൻ കഥ പോലും ചോദിക്കാറില്ല. അവരെന്നെ പടത്തിൽ അഭിനയിക്കുമ്പോൾ വെച്ചാൽ ഞാൻ പോയിട്ട് അവരോട് അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ കയറി നിൽക്കുന്നുണ്ടോ, ഇറങ്ങി നിൽക്കുമോ, അത് ഇതാവുമോ, അങ്ങനെയുള്ള ചിന്തയില്ല. ഞാൻ പോയി അവരുടെ സിനിമയിൽ അഭിനയിക്കാൻ പോകണം. അത് എനിക്ക് പ്രാധാന്യമുള്ള, ഞാനത് മസ്റ്റാണ്, അല്ലെങ്കിൽ എനിക്ക് പ്രാധാന്യമുള്ള വേഷം എൻ്റെ സംവിധായകർ റൈറ്റർ അത് നോക്കിക്കോളും എന്നുള്ള സംഭവം. കാരണം ഞാൻ ഇപ്പോഴത്തെ ഹീറോ ആയിട്ട് ഞാൻ വേറെ പടങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കാരണം ഇവരുടെ കൂടെയൊക്കെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സുരേഷൻ്റെ കൂടെ മാത്രമേ ഞാൻ വർക്ക് ചെയ്യാത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ സീനിയേഴ്സ്. അപ്പോൾ നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന സമയത്ത് ഇവർ തന്നിട്ടുള്ള മര്യാദ, പിന്നെ ഞാൻ അഭിനയത്തിലേക്ക് വന്നപ്പോൾ ഇവരെല്ലാം തന്നിട്ടുള്ളൊരു സ്വീകാര്യത ഉണ്ടല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളത് ഈ പറയുന്ന പോലെ റിലേ പോലെ ഞങ്ങളാരും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ആൾക്കാരല്ല. അവർ ചെയ്യുന്ന ക്യാമറയുടെ പിന്നിൽ നിന്ന് കണ്ടുപഠിച്ചതാണ്. അവരെന്താണ് ചെയ്തത്, എൻ്റെ സീനിയേഴ്സ് എന്ത് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ. ഇതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് അതാണ്. ഞങ്ങളുടെ സീനിയേഴ്സ് കൈമാറി തന്നത്, അല്ലെങ്കിൽ അവര് പഠിപ്പിച്ച അവർ വെട്ടിയ വഴിയെ കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, ദിലീപ് തുടരട്ടെ. ഞങ്ങൾ കൊച്ചുനാളിൽ കണ്ട പോലെ ഞങ്ങളുടെ മക്കൾക്കും അവരുടെ ഒരു കുട്ടിക്കാലം ആഘോഷമാക്കാൻ ദിലീപിന്റെ സിനിമകൾ വരട്ടെ എന്ന് ഞാൻ വിഷയമാണ്. ഒരുപാട് സന്തോഷം, എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്.